അപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് സെർവ് ചെയ്യാമേ. വെൽക്കം ടു യുവർ ചാനൽ സുനിതാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പനീർ മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 100 ഗ്രാം പനീർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം കറുവാപ്പട്ട, ഒരു കഷ്ണം കറുവാപ്പട്ട, 2-3 കുരുമുളക്, 3-4 ഗ്രാമ്പു, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തതിന് ശേഷം അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 2 മീഡിയം സൈസ് സവോള നന്നായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി പേസ്റ്റിന് വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പം തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. ഒത്തിരി പുളിയുള്ള തക്കാളിയാണെങ്കിൽ അതിനനുസരിച്ച് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ തൈര് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ട് തീ കുറച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഗ്രേവി എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഒരല്പം ഉപ്പ് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് പറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുകളിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പം വേറൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.